കൊള്ളാം, അന്തസ്. സ്വന്തമായിട്ട് അധ്വാനിച്ച് കഴിക്കുമ്പോ കിട്ടുന്നൊരു സുഖം ഉണ്ടല്ലോ, അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. ആ പിന്നെ ഇത് ശ്യാമ, ഇത് ശാരിക. അല്ല, ഞങ്ങളൊക്കെ ആരാണെന്ന് എല്ലാവരും എനിക്ക് നന്നായിട്ട് അറിയാം. കുറച്ച് കറിയും കൂടെ തന്നെ. കറിയോ? ഇപ്പൊ തരാം. ഒരു ഇടിയപ്പം എടുത്തേ. മതിയോ? അല്ല, ഇവിടെ ഒരു പെണ്ണുണ്ടായിരുന്നല്ലോ, അവൾ എന്തിയെ? അടുത്ത വീട് വരെ പോയിട്ട് വരട്ടെ എന്ന് അവള് ചോദിച്ചു. പിന്നെ ഞാൻ പറഞ്ഞു പോയിട്ട് മെല്ലെ വരാൻ. തൊഴിലാളികളുടെ ന്യായമായ ആവശ്യം നമ്മളങ്ങ് സഹായിച്ചു കൊടുക്കണം. എങ്കിലേ അവർക്ക് ആത്മാർത്ഥമായിട്ട് ജോലി ചെയ്യാനുള്ള ഇഷ്ടം ഉണ്ടാവും. അതെ, ഒരു ഇടിയപ്പം കൂടെ കിട്ടിയായിരുന്നെങ്കിൽ നന്നായിരുന്നു. അതിനെന്താ? ഇടിയപ്പം ഇവിടെ. നിങ്ങടത്തെ ഏട്ടാ. രോഹിതൻ, ഒന്നിങ്ങി വന്നേ. വാ. എന്താ? ഫോൺ ചെയ്യുന്നത് ഞാൻ ശ്രദ്ധിച്ചു. അതാ ഞാൻ പറഞ്ഞത് വഴി ഞാൻ പറഞ്ഞാ മതിയോന്ന്. ഞാൻ തന്നെ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ. ഞാൻ വലിയ സംഭവമൊന്നുമല്ല, പക്ഷെ നിങ്ങളുടെ ഈ പരിപാടി എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഞാനിപ്പോ വന്നതും അങ്ങനെ ഒരു കാര്യത്തിനാ. പണം എത്ര വേണമെങ്കിലും തരാം. ചേട്ടാ, ദോശ. ദോശ പറയട്ടെ എന്നാ? അയ്യോ വേണ്ട. സംഭവം എന്തോന്ന് വെച്ചാലേ, നമുക്കൊരാളെ അപകീർത്തിപ്പെടുത്തണം. മാനക്കേട് കൊണ്ട് ഈ നാട്ടിൽ നിന്ന് ഒരാവനെ ഓടിക്കണം. അല്ല, ഞാനേ അങ്ങനെ കാശ് വാങ്ങി മറ്റുള്ളവർക്ക് വേണ്ടി ജോലി എടുക്കുന്ന ആളല്ല. പക്ഷേ ജെനുവിനായിട്ടുള്ള കാര്യമാണെങ്കിൽ. അയ്യോ, ജെനുവിനാണ്. ഈ പുള്ളിക്ക് നല്ല ചുറ്റിക്കളികളൊക്കെ ഉണ്ടെന്നേ. പക്ഷെ വീട്ടുകാർക്ക് ആർക്കും ഇത് അറിയാൻ പാടില്ല. അതിലേക്ക് മക്കളാരുമില്ലേ? ഒരു മോനുണ്ട്, തലേമേ തലതെറിച്ചവനാ പറഞ്ഞു കേട്ടത്. അതങ്ങനെ വരൂ. ഒരു 30 രൂപ ഞാൻ തരും. അത് 30 എന്ന് പറഞ്ഞാൽ? എന്ന് വെച്ചാ 30,000 രൂപ. പാർട്ടി നാടും വീടും വിട്ട് ഓടിയ ബാക്കി ഒരു 20 കൂടി തരും. കൊടുകൈ ഇരിക്കട്ടെ, എങ്കിൽ ഞാനിത് പൊളിക്കും. പിന്നെ 1-2 പെൺകുട്ടികളുടെ ഫോട്ടോയും ചേർത്ത് നിങ്ങളുടെ ഭാഷയിൽ കുറച്ച് കാര്യങ്ങൾ ചേർത്തങ്ങ് പീഡിപ്പിച്ചാ മതി. സംഗതി പീഡനവീരനാണെന്ന് ജനം ഒന്ന് മുദ്ര കുത്തിക്കോളൂ. അല്ല, അതിനെ അയാളുടെ ഫോട്ടോ വല്ല കയ്യിലുണ്ടോ? പിന്നെ ഉണ്ട്, നോക്കട്ടെ. ഫേസ്ബുക്കിൽ നിന്ന് തപ്പിപ്പിടിച്ചെടുത്തു. ഓക്കെ ഓക്കെ ഓക്കെ. വിഷ്ണുട്ടൻ എന്റെ ഒപ്പം ഉണ്ടെന്ന് വിശ്വസിച്ചുകൊണ്ട് തിരിച്ചു വരുമെന്ന് വിശ്വാസമായി നിൽക്കുന്ന എനിക്ക് എങ്ങനെയാ അമ്മ ആ ചടങ്ങിന് പങ്കെടുക്കാൻ പറ്റുക? സത്യം അറിഞ്ഞ കുട്ടികളുടെ മനസ്സിലും അതൊരു വല്ലാത്ത മുറിവായിട്ട് മാറും. പിന്നെ മറ്റൊന്നു കൂടിയുണ്ട്. സത്യമ്മ പറഞ്ഞത് ശിവനെയും കൂട്ടി പോവാന്. ശിവനെ പറഞ്ഞ ഏർപ്പാടാക്കുകയും ചെയ്തു. അതുകൊണ്ട് അത് വേണ്ട, അത് ശരിയാവില്ല. ഒന്നാമത് ഇതാരും അറിയാതെ രഹസ്യമായിട്ട് ചെയ്യുന്നത്. അത് മാത്രമല്ല, ശിവന്റെ ഒപ്പം പോകുന്നതിൽ മറ്റു ചില കാര്യങ്ങളും ഉണ്ട്. എല്ലാം എനിക്ക് മനസ്സിലാവുന്നുണ്ട് മോളെ, പക്ഷെ സത്യാമ്മ സമ്മതിക്കില്ലല്ലോ. എന്തെങ്കിലും ഒന്ന് തീരുമാനിച്ചിട്ട് നടക്കാതെ വന്നാ അത് മറ്റു ചില ദോഷങ്ങൾ കൊണ്ടാണെന്നും പറഞ്ഞ് വീണ്ടും ആ സ്വാമിയുടെ അടുത്തേക്ക് എങ്ങാനും പോയാലോ? സ്വാമിയുടെ കാര്യം അറിയാലോ. ഓർക്കാതെ എന്തെങ്കിലും പറഞ്ഞാ പിന്നെ അതാവും അടുത്ത പ്രശ്നം. പൂ അരി ഇടുന്നതിനോട് തന്നെ എനിക്ക് യോജിപ്പില്ല. ഇനിയിപ്പോ കുട്ടികളെ കൊണ്ട് ഇടിയിക്കാന്ന് വെച്ചാൽ തന്നെ ശിവൻ കൂടെയുള്ളപ്പോ എങ്ങനെയാ അത് നടത്താൻ പറ്റുക? കാര്യം മനസ്സിലാക്കാനുള്ള പ്രായമായില്ലേ സത്യക്കും പപ്പിക്കും? അവരെ എങ്ങനെയാ നമ്മൾ പറഞ്ഞു ബോധ്യപ്പെടുത്തുക? കുട്ടികളുടെ കാര്യം വിട്, അതേതെങ്കിലും രീതിയിൽ പറഞ്ഞ് ബോധ്യപ്പെടുത്തി എടുക്കാൻ നോക്കാം. പിന്നെ ഉള്ളത് ശിവനാ. നീ അന്വേഷിക്കാൻ ഏൽപ്പിച്ചവരും വിഷ്ണുവിന്റെ ജാതകം നോക്കി പറഞ്ഞ പെരുമാൾ സ്വാമിയും ഒരേ ഒരു കാര്യം ഉറപ്പിച്ച് പറഞ്ഞിട്ടും നീ അത് അംഗീകരിക്കാൻ തയ്യാറായില്ല. അത് നിന്റെ വിശ്വാസം. ഞാൻ പറയുന്നത്, വിഷ്ണു ജീവിച്ചിരിക്കുന്നു എന്ന് പറയുന്ന പോലെ തന്നെ വിഷ്ണു ഈ ഭൂമിയിൽ
ഇല്ലെന്ന് ചിന്തിച്ചാൽ നമ്മൾ ചെയ്യുന്ന വലിയൊരു ചതിയായിരിക്കും. നമ്മുടെ സ്വാർത്ഥത കൊണ്ട് വിഷ്ണുവിന്റെ ആത്മാവിനോട് ചെയ്യുന്ന വലിയൊരു ചതി. ഇനി നമ്മൾ ഈ പൂജ നടത്തിയെന്ന് വെച്ച് വിഷ്ണു ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ വിഷ്ണുവിന് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല മോളെ. പക്ഷേ ജ്യോത്സ്യം പറഞ്ഞ പ്രകാരം എന്തെങ്കിലും നടന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ നഷ്ടപ്പെടുത്തുന്നത് വിഷ്ണുവിന്റെ ആത്മാവിന് കിട്ടേണ്ട ശാന്തിയും സമാധാനവുമാണ്. എന്തു വേണമെന്നും മോള് തീരുമാനിക്ക്. അമ്മ എന്തിനും മോളുടെ കൂടെ തന്നെ ഉണ്ടാവും. കാര്യങ്ങളെല്ലാം ഇനി ഒന്നുകൂടി ഞാൻ വിശദമാക്കണ്ടല്ലോ. എന്താ മോൻ തീരുമാനിച്ചിരിക്കുന്നത്? എന്റെ ഇപ്പോഴത്തെ ഈ സിറ്റുവേഷനില് ഓഹ്, ഒരു 10 വർഷം കഴിഞ്ഞാലും ചന്ദ്രൻ, ഞാൻ നീ ഇതേ പറയൂ. കാരണം ഇതിന്റെ അപ്പുറത്തേക്ക് ഒന്നും പറയാൻ നിനക്ക് അറിയില്ല. അല്ലെങ്കിൽ നീ അതിനെപ്പറ്റി ചിന്തിക്കുന്നില്ല. നിനക്കെല്ലാം കുട്ടിക്കളിയാ. ചന്ദ്ര പ്ലീസ്, നിന്റെ കുറ്റപ്പെടുത്തൽ കേൾക്കാനല്ല ഇപ്പൊ ഞാനിവിടെ വന്നത്. ഇതിൽ നമുക്കിപ്പോ എന്ത് ചെയ്യാൻ പറ്റും? അതാണ് നമ്മളിപ്പോ ആലോചിക്കേണ്ടത്. ചെയ്യാൻ പറ്റുന്നത് നിനക്ക് മാത്രമാണ് പ്രകാശ്. ഇതിനൊരു സൊല്യൂഷൻ കണ്ടെത്തേണ്ടത് നീ തന്നെയാ. നീ പറ, ഞാൻ എന്താ ചെയ്യണ്ടേ? പെട്ടെന്ന് നീ ഇങ്ങനെയൊക്കെ പറഞ്ഞാല് നീ എനിക്ക് ചിന്തിക്കാനുള്ള സമയമെങ്കിലും താ. നിനക്ക് എന്റെ അച്ഛനെ കുറിച്ച് അറിയാഞ്ഞിട്ടാണ്. വിട്ടൊന്ന് മുറി രണ്ട്. ഒരു കാര്യം തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അത് നടത്തിയിരിക്കും. ഈ കല്യാണം അച്ഛൻ ഉറപ്പിച്ചിട്ടുണ്ടോ അത് നടത്തിയിരിക്കും. അല്ല, ഞാൻ വന്നൊന്ന് നിന്റെ അച്ഛനെ കണ്ട് കാര്യങ്ങളും സംസാരിച്ചാലോ? ഒറ്റയ്ക്കാണോ നീ ചെന്ന് കയറി കൊടുക്കാൻ പോകുന്നേ? എന്നാ പിറ്റേന്ന് നിന്റെ അടക്കമായിരിക്കും. എനിക്ക് വന്നെന്ന് വാ വിട്ട് കരയാൻ പോലും പറ്റില്ല. ഞാൻ പിന്നെ എന്ത് ചെയ്യണമെന്നാ നീ പറയുന്നേ? എന്നെ നിനക്ക് വേണമെന്നുണ്ടെങ്കിൽ നിന്റെ വീട്ടുകാരെയും കൂട്ടി അന്തസ്സായിട്ട് പെണ്ണ് ചോദിക്കാൻ വാ. നേരെ വാ, നേരെ പോ. അങ്ങനെ വരുന്ന ഒരു അച്ഛന് വലിയ ഇഷ്ടം.